Good afternoon all. Okay, kind of some of the Vaishnav here now. You know, like cognitive learning very okay. Vaishnav here now. Okay, next Bhagavanika. Okay. Next learning theory and organization behavior. Okay, more basic discuss conceptual learning theory and organization behavior. The significance of the significance of learning theories in explaining and predicting organizational behavior is learning and very minimum behavior ആശ്രയിക്കാൻ പറ്റിയെന്ന് വരില്ല ഓരോ ബിഹേവിയർ വെച്ചിട്ട് ഓരോരുത്തരെ നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാലും മാനേജ്മെന്റ് മനസ്സിലാക്കി വെച്ചാലും നമുക്കറിയാം അത് കറക്റ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. This does not mean that learning theory are totally irrelevant. അതായത് ഇൻ കേസ് നമുക്കറിയാം ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ബിഹേവിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മൊത്തം തെറ്റാണതല്ല, എങ്കിൽ കൂടി പൂർണ്ണമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഡ്രസ് ചെയ്ത് വെക്കുന്നത് അതെല്ലാം ശരിയാവണമെന്നില്ല. Learning concepts provide a basis for changing behaviors that are unacceptable and mediating those that are acceptable. അറിയാം ചിലപ്പോൾ ഈ കൺസെപ്റ്റിൽ പറയുന്നതനുസരിച്ചിട്ട് അല്ലെ ബിഹേവിയർ ചിലപ്പോൾ ചിലതെല്ലാം നമുക്ക് സ്വീകാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ റിജക്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. The individuals participate in different forms of functional behavior related to work, obeying orders, poor performance. The manager will attempt to dedicate more functional behavior. Okay, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസിന് അവരുടെ വന്ന് വർക്ക് ചെയ്യാം, അവര് പ്രോപ്പർ സമയത്തിന് തന്നെ പങ്ക്ച്വലായിട്ട് വന്ന് അവര് എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ടൊക്കെ നിർവഹിച്ചു പോകണം. ഇൻ കേസ് അതെല്ലാം നിർവഹിച്ചില്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ അനുസരിക്കാതെ ഇരിക്കുന്ന വർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ വർക്ക് പെർഫോമൻസ് അതായത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് അതനുസരിച്ചുള്ള നടപടികൾ എടുക്കും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ് അല്ലെ. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയുള്ളവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. മിക്കവാറും ഏതൊരു ഓർഗനൈസേഷനിലും തെറ്റായിട്ട് വരാൻ സാധ്യതയുള്ളവരുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയില്ലാത്തവരുണ്ട്, അതേമാതിരി തന്നെ അൺസർട്ടിഫിക്കറ്റ് കാണിക്കാൻ സാധ്യതയുള്ളവരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ എല്ലാവരിലെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും അങ്ങനെയല്ല അല്ലെ. കുറച്ചു പേരെങ്കിലും നല്ല ക്യാരക്ടർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത വ്യക്തികളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളാണ്. The manager will attempt to educate more functional behavior. ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളെയും കുറിച്ചിട്ട് മാനേജർ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ തിയറീസുകളും എല്ലാം കറക്റ്റ് ആവണമെന്നില്ല, എന്നാൽ കുറച്ചൊക്കെ ഇങ്ങനെ ശരിയായ രീതിയിൽ നമുക്കറിയാം അതനുസരിച്ചുള്ള സ്റ്റെപ്പുകളും ആക്ഷനുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള നേരത്തെ കൂട്ടി നമ്മൾ ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് കുറച്ചൊക്കെ ശരിയായിട്ട് വരണമെന്നുള്ളൂ. കുറച്ച് പേരിലൊന്നും ആ ബിഹേവിയർ പ്രകടനമാകണം. Okay, that learning theory can also offer specific principles for conditioning organizational behavior. കുറച്ച് പ്രിൻസിപ്പിൾസും ഈ ഒരു തിയറി പ്രകാരം
എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വരുന്നത്. Managers know that individuals capable of turning out the superior performance must be given more reinforcement than those with the average or low performance. നമുക്കറിയാം നേരത്തെ പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി തന്നെ മറ്റൊരു കൂട്ടരുണ്ട്, നന്നായിട്ട് അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ സാധ്യതയില്ലേ. ഏതൊരു ഫേമിലും ഇങ്ങനെ കെയർലെസ് ആയിട്ടൊക്കെ ഉള്ള മനോഭാവമുള്ള തൊഴിലാളികളും ഉണ്ടാവാം, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? അവരൊരേപോലെ ബിഹേവ് ചെയ്യുന്നവരായിരിക്കും. മാത്രം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയി പോകണമെന്നില്ല. അതുകൊണ്ടാണ് ഏതൊരു സ്ഥാപനമെങ്കിലും ഏതൊരു തൊഴിലെടുത്താണെങ്കിലും നമുക്കറിയാം കുറച്ചു പേരൊക്കെ കെയർലെസ് ആയിട്ടൊക്കെ ഇങ്ങനെ മനോഭാവമുള്ളവരുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം ആ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ അപ്രിസിയേറ്റ് ഒക്കെ ചെയ്യണം. എങ്കിലല്ലേ അവർക്ക് കൂടുതൽ വിഷയം കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മാനേജിംഗ് പൊസിഷനിലിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കും അല്ലെ. മാനേജേഴ്സ് നോ ദാറ്റ് individuals capable of turning out superior performance must be given more reinforcement than those with average or low performance. അവർക്ക് അല്ലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസിലൊക്കെ അവിടെ ചെയ്യണം. അതായത് ലോ പെർഫോമൻസ് കാണിക്കുന്നവരോ ആവറേജ് കാണിക്കുന്നവരേക്കാൾ അപ്പുറം നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ കുറച്ചും കൂടി മോട്ടിവേഷൻ കൊടുക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. Successfully use the brand conditioning process to control and influence the behavior of employees by manipulating its reward system, control and influence the behavior of employees by manipulating its reward systems. Okay, നമുക്കറിയാം എപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് പല കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ കുറച്ചു പേർക്ക് ചില റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുമ്പോൾ കുറച്ചു പേർക്ക് കുറച്ചും കൂടി എൻഫോഴ്സ്മെന്റ് അല്ലെ നല്ല ഉദ്ദേശം ലഭിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊടുക്കണം. അതായത് അവരെ അപ്രിസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റിവാർഡ് കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് ആ അംഗീകാരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അല്ലെ എന്താ പറയുക മറ്റുള്ളവരുടെ മുമ്പിലുള്ള അംഗീകാരം അല്ലെങ്കിൽ കുറച്ചും കൂടി സാലറി ഇതിലൊക്കെ കൂട്ടി കൊടുക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴെന്താണ് നമുക്ക് കുറച്ചും കൂടി അധ്വാനിക്കണം എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള മനോഭാവം എല്ലാം സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും കൃത്യമായിട്ട് പഠിച്ച് തന്നെയായിരിക്കണം മാനേജർ അവിടെ ഉദ്ദേശിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള തിയറികളാണ് നമുക്കറിയാം. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിനോടൊപ്പം തന്നെ ചില തിയറികൾ കൂടി നമ്മൾ ഇതില് മനസ്സിലാക്കി പോകുന്നുണ്ട്. എന്താണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മനസ്സിലായോ? വീണ്ടും നമുക്ക് നോക്കിയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് അതാണ് ഒരു മനോഭാവ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മനോഭാവങ്ങൾ എന്നുള്ളത്. എന്താണ് മനോഭാവം എന്ന് പറയുന്നത്? Attitudes of both the employees and management influence each other and shape their future relationship. Okay, നല്ലൊരു ബന്ധം അല്ലെ നല്ലൊരു എൻഗേജ് തൊഴിലാളികളെ കൂടമേ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയി മാനേജ്മെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാനേജറിനെ സംബന്ധിച്ച് ചില തെറ്റിദ്ധായ ധാരണകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ആ ധാരണകൾ വെച്ച് പുലർത്തുന്നതും ശരിയല്ല അല്ലെ. അപ്പൊ എംപ്ലോയീസിനെ കുറിച്ചിട്ട് നല്ലൊരു മനോഭാവം അവിടെ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ വ്യക്തിയെ കൊണ്ട് ഓർഗനൈസേഷന് ഗുണകരമാണെന്നത് തിരിച്ചറിയാനായിട്ടുള്ള വിവേചനത്തോടുകൂടി തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്തോ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മനസ്സിലാക്കുക അല്ലെ നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡ് അവിടെ ആവശ്യമാണ്. Attitude that is understanding or learning why employees feel and act the way they do helps supervisors in winning cooperation from them. Okay. അതായത് എന്താണ് അവർ എംപ്ലോയീസിനെ എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ മനോഭാവം എന്താണ് അവർ ചെയ്യുന്നത് അല്ലെ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു നല്ല ധാരണകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ചിലപ്പോ ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോ അവർക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ എംപ്ലോയീസിന് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. സോ അവർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ
അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാൻ സാധ്യത, അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജറിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കില്ലേ, മുൻകരുതലുകൾ ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കും. അപ്പൊ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവരുടെ പ്രോബ്ലംസ് ഒക്കെ മാറാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ നല്ല ഒരു കോർപ്പറേഷനോട് കൂടിയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നല്ല രീതിയിൽ എംപ്ലോയീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നല്ല രീതിയിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, ഹെൽപ്സ് സൂപ്പർവൈസേഴ്സ് ഇൻ വിന്നിംഗ് കോർപ്പറേഷൻ ഫ്രം ദം. ഈ സൂപ്പർവൈസേഴ്സ് പൊസിഷനിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ മാനേജർ പൊസിഷനിൽ ഇരിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള സഹകരണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Therefore, it is very essential for the effective functioning of the organization. ഓർഗനൈസേഷനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്. അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുക, അവരുടെ മനോഭാവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ക്ലിയറല്ലേ? From a personal perspective, attitude provide a knowledge based on prepare our mental state for our interaction with others and with the world around us, which directly affects organization. നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ അല്ലെ, എല്ലാത്തിനെ കുറിച്ചിട്ടും നോളജ് നമുക്ക് ആവശ്യമാണ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ല രീതിയിൽ നിലനിന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാത്തിനെ കുറിച്ചിട്ടും നല്ലൊരു അവയർനെസ് അവിടെ വേണമാണ് അല്ലെ. അവിടെ ചുറ്റുപാടിനെ കുറിച്ചിട്ട് ആ ഓർഗനൈസേഷനിലെ എംപ്ലോയിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകനെ സംബന്ധിച്ച് എല്ലാം തന്നെ നല്ലൊരു ബന്ധം അല്ലെ, നല്ലൊരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു മനോഭാവത്തോട് കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഓർഗനൈസേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ വ്യക്തികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ ആവശ്യമാണ്. ഓക്കെ, ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായോ? ഒരു കോർപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത അവിടെ വരികയാണ്. ഓക്കെ, അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡിങ് ഓർ ലേണിംഗ് അല്ലെ. ഒരു കൃത്യമായിട്ട് അവിടെയുള്ള എംപ്ലോയിനെ കുറിച്ചിട്ട് അവരുടെ ബലഹീനതമായ കാര്യങ്ങളുണ്ടെങ്കിലും അവരുടെ കേസ് നല്ല കഴിവുറ്റ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നല്ല രീതിയിൽ അറിയണം അല്ലെ. കേസ് അതിന് അനുയോജ്യമായ രീതിയിൽ മാത്രമാണ് അവര് ഈ പുതിയ പുതുമകളെ കൊണ്ടുവരാനായിട്ട് പാടുള്ളൂ അല്ലെ. അങ്ങനെ വരുമ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല സക്സസ് ആയിട്ട് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പെർസെപ്ഷൻ. എന്താണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, മനോഭാവം എന്ന് പറഞ്ഞു, പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ. ഒരു ധാരണ, എല്ലാ വ്യക്തികൾക്കും എല്ലാത്തിനെയും കുറിച്ചിട്ട് പല വ്യക്തിപരമായിട്ടുള്ള ധാരണകളുണ്ട് അല്ലെ. ജനിക്കുമ്പോൾ മുതല് 5 സെൻസ് ഓർഗൻസിൽ നിന്നും അവൻ ക്യാച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. കേസ് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ചേച്ചികളിൽ നിന്നും അവൻ ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ മൈൻഡിലുള്ള ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ അല്ലെ. പഠിക്കുന്നത് അതോടൊപ്പം തന്നെ ജന്മനാ തന്നെ അവൻ നേടിയ കുറെ എക്സ്പീരിയൻസും കൂടി കൂട്ടിച്ചേർന്നിട്ടാണ് അവൻ പ്രാവർത്തികമാകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ധാരണയുണ്ട്, എന്തിനെ കുറിച്ചിട്ടും ഒരു ധാരണയുണ്ട്. പെർസെപ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മീഡിയേറ്റിംഗ് കോഗ്നിറ്റീവ് പ്രോസസ് അല്ലെ. ബുദ്ധിപൂർവമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് ഒരു ധാരണ, എന്തിനെ കുറിച്ചിട്ടും ആ വ്യക്തിക്ക് ബുദ്ധിപൂർവമായിട്ട് അല്ലെ. ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്കറിയാം വ്യത്യസ്ത രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ധരിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നോളജ് ഒക്കെ സെയിം ആണെങ്കിലും ചിലർക്ക് കുറച്ചും കൂടി വൈഡായിട്ടുള്ള നോളജ് ഉണ്ടാവാം അല്ലെ. കുറച്ച് കാരണം അവരുടെ ജനറ്റിക് ആയിട്ട് തന്നെ അവരുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് അവർ നേടിയിരുന്ന കുറെ കാര്യങ്ങളുണ്ടാവും അല്ലെ. So this is a complex process. Persons make interpretations of the stimulus or situation they are faced with. എന്താണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്? നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു പിക്ചർ വരയ്ക്കാൻ പറയാം അല്ലെ. എന്തിനെങ്കിലും കുറിച്ചിട്ട് നമ്മളോട് ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു സയൻസ് സത്യ അല്ലെ, അങ്ങനെ രാത്രി സമയത്തെ ഒരു പിക്ചർ ഒന്ന് വരയ്ക്കാൻ പറയാം. ചിലർക്ക് വരയ്ക്കാനൊന്നും കഴിവുണ്ടാവില്ല, വലിയ കഴിവൊന്നും കേട്ടോ. പക്ഷെ എങ്കിൽ കൂടി ചിലർക്ക് അല്ലെ ചില കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ കണ്ടേക്കുന്നത് അനുസരിച്ചിട്ട് അവരെന്തെങ്കിലും ക്രിയേറ്റിവിറ്റി അവിടെ കാണിച്ചു വയ്ക്കുക. എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും അവിടെ വരയ്ക്കണം എന്നുള്ള ഒരു അഡ്വൈസ് ഉണ്ട്, നിർദ്ദേശം സജഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും എങ്ങനെയെങ്കിലൊക്കെ വരച്ചു വയ്ക്കും.
അപ്പൊ അവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ചിലരുടെ അവരുടെ കഴിവനുസരിച്ചിട്ട് അത് പ്രകടമാകാം. പക്ഷെ ചിലരുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങളിൽ മാർക്കിടുമ്പോ ചിലപ്പോ എന്താണ് ചിലര് നല്ല ഭംഗിയിലൊക്കെ ഭക്ഷണം, പക്ഷെ ആ വൈകുന്നേരം ആ സമയങ്ങളിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, പക്ഷികളൊക്കെ പറന്നു പോകുന്ന സമയമാണ് അല്ലെ, വളരെ നിശ്ചലമായിട്ടുള്ള അന്തരീക്ഷം, അങ്ങനെ കുറെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ തീമില് വരികയാണ്. അത് അവരുടെ ആ ധാരണയിൽ ഓരോരുത്തർ വ്യത്യസ്ത രീതിയിലാണ് അവിടെ കൃത്യമായിട്ട് വിഷ്വലൈസേഷൻ നടത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവര് ധരിച്ചിരിക്കുന്ന മാറ്റേഴ്സ് ആണ് ആ പിക്ചറിൽ കാണിക്കുന്നത് അല്ലെ. അവിടെ അതിൽ നിന്ന് നമുക്കറിയാം വ്യത്യസ്ത പേഴ്സൺസ് വ്യത്യസ്ത രീതിയിലായിരിക്കും ഇത് കാണിക്കുന്നത്. ചിലര് കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ടാവാം, പക്ഷെ ചിലര് അറിവായിരിക്കും അതില് പ്രകടിപ്പിക്കുന്നത് അല്ലെ. കഴിവും അറിവും എല്ലാം കൂടിച്ചേർന്ന് വരുമ്പോഴാണ് നല്ലൊരു ക്രിയേറ്റിവിറ്റി വരുന്നത്. എന്താ പറയാ, കഴിവ് മാത്രം ഉണ്ടായ നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെന്നില്ല, അതിനപ്പുറം അറിവും കൂടി വേണം അല്ലെ. അവര് ജന്മന എന്താ പറയുക ഫൈവ് സെൻസ് ഓർഗൻസിൽ നിന്നും എല്ലാത്തിനെയും കുറിച്ചിട്ട് നല്ലൊരു അവയർനെസ്സിനും കൂടി ആ ഒരു പിക്ചറിൽ പ്രകടമാക്കുമ്പോഴാണ് നല്ലൊരു പ്രൊഡക്ടിവിറ്റി നല്ലൊരു ക്ലിയർ പിക്ചറായിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ അവിടെ നമുക്ക് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോംപ്ലക്സ് പ്രോസസ്, ഏതൊക്കെ സങ്കീർണമായിട്ടുള്ള പ്രോസസ് ആണെങ്കിലും persons make interpretations of the stimulus or situations they are faced with. ആ ഒരു കോംപ്ലക്സ് പ്രോസസ്സിന് അവര് ആ ഒരു സിറ്റുവേഷൻസിൽ നമുക്കറിയാം നമുക്ക് ഉദ്ദേശിപ്പിക്കുന്ന കാര്യമാണ് അത് അവര് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അവർ ഗ്രഹിച്ച കുറെ ബൈ സെൻസ് ഓർഗൻസ് എന്ന് ഗ്രഹിച്ച, ചിലപ്പോ കേട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പം തന്നെ അവരത് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്ര സമയത്തിനുള്ളിലാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ രൂപകൽപ്പന ചെയ്തത്. ആ സമയത്തിനുള്ളിൽ അത് ഓർഗനൈസ് ചെയ്ത് പുറത്തേക്ക് പ്രൊഡക്റ്റീവായിട്ട് തരുമ്പോഴാണ് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നത്. സോ പെർസെപ്ഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. കോംപ്ലക്സ് പ്രോസസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്റ്റിമുലസ്. നമ്മുടെ ബുദ്ധിപൂർവമായിട്ടുള്ള ഉദ്ദേശനം കൊണ്ട് അവര് ഓർഗനൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും എന്ത് കാര്യവും കോംപ്ലക്സ് നിറഞ്ഞ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന എന്താണ് നമ്മുടെ ബ്രെയിൻ അത് ഉദ്ദേശിപ്പിച്ച് നമ്മളിൽ നിന്ന് ലഭ്യമാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ധരിച്ചിരിക്കുന്ന ധാരണയായിരിക്കും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അറിവും കഴിവും അതില് കോംപ്ലക്സ് അല്ലെ ഒന്നിച്ച് നിന്നിട്ടാണ് ആ ഒരു മിശ്രിതമാണ് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വർദ്ധിപ്പിക്കുന്നത്. Activity and organization going into perspective interpretations. അവിടെ എന്താണ് രണ്ട് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണ് ആക്ടിവിറ്റി ആൻഡ് ഓർഗനൈസേഷൻ ഗോയിങ് ടു പെർസ്പെക്ച്വൽ ഇന്റർപ്രിട്ടേഷൻസ്. അവിടെ എന്താണ് അതിന് പ്രധാനമായിട്ട് കാര്യം പറയുന്നത്, നമ്മുടെ കഴിവും അപ്പോൾ തന്നെ അറിവും കൂടി അവിടെ പ്രകടമാകുന്നത്. External activity is affected by intensity, size, contrast, repetition, motion, and velocity and familiarity. Internally, then perspectual activity is influenced by the intelligence, motivation, learning, and personality. ഇത് രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കാര്യം ഉറപ്പിച്ചിരിക്കാം. അതായത് നമുക്കുള്ള അറിവുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണിന്റെ കഴിവും ഒപ്പം തന്നെ അറിവും കൂടിയാണ് അതിൽ കൂട്ടി വെച്ചിരിക്കുന്നത്. After the stimulus situation is fulfilled by the selective processor, the incoming information is organized into a meaningful form. Okay, ഇതിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താ പറയാ മനസ്സിലാക്കി വെക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. അതിനപ്പുറം കൈകാട്ടൊന്നും നിങ്ങളെ പഠിച്ചു വെക്കേണ്ട. അപ്പൊ ഇതിലെ പെർസെപ്ഷൻ എന്ന് പറയുന്ന കാര്യം ഓർത്ത് വെക്കുക. ഓരോ വ്യക്തിക്ക് വ്യത്യസ്തമായിട്ടുള്ള ധാരണകളാണ് ഉള്ളത് അല്ലെ. അവരുടെ കഴിവുകൾ വ്യത്യസ്തമാണ്. അവരുടെ കഴിവുകൾ വ്യത്യസ്തമാവാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാവും? അവര് ജനിച്ചപ്പോൾ മുതലുള്ള അവരുടെ സ്വയം സെൻസ് ഓർഗൻസിൽ നിന്നും അവർ ഗ്രഹിച്ച കാര്യങ്ങളുടെ ഒരു മിശ്രിതമാണ് അവർ പ്രൊഡക്റ്റീവായിട്ട് ലഭ്യമാക്കുന്നത്. ഓക്കെ, ചിലര് കൂടുതൽ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നുണ്ട്, അതേസമയം ചിലര് കുറച്ച് കാര്യങ്ങളാണ് ഗ്രഹിക്കുന്നത്. സോ അതിന്റെ ഒരു പ്രൊഡക്റ്റീവ് ആയിരിക്കും അവര് റിഫ്ലക്ട് ചെയ്ത് എന്താണ് ഔട്ട്പുട്ടായിട്ട് ലഭ്യമാകുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പെർസെപ്ഷൻ എന്താണെന്നുള്ളത് ആണോ? Okay. Then നമുക്ക് വീണ്ടും നോക്കാം. Individual differences and uniqueness are largely the result of the cognitive process. Okay, നമുക്കറിയാം
നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ വ്യത്യസ്തത അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം കൊമ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ബുദ്ധിപൂർവ്വമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ അത് ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് തരിക. Although there are a number of cognitive processes, it is generally recognized that the perceptual process is a very important but that takes place between the situation and the behavior and is most relevant to the study of organization. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ലെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് അല്ലെ. എന്താണ് ഓരോ വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതനുസരിച്ചിട്ട് ആ വ്യക്തിയെ കൈകാര്യം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കേസ് നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ദ ഒബ്സർവേഷൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആൻഡ് subordinate may react quite differently to the same top management directive can better understood and explained by the perceptual process. അതായത് നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ എന്താണ് the observation that the department head and subordinate may react. അതായത് നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ വലിയ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏറ്റവും മേലെയുള്ള ഡിപ്പാർട്ട്മെന്റ് അതേമാതിരി സപ്പോർട്ടേറ്റ് കാറ്റഗറി അല്ലെ കീഴുദ്യോഗസ്ഥരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ശരിയായിരിക്കില്ലേ? ഒരേപോലെ തന്നെയായിരിക്കില്ല അവരെ റിയാക്ട് ചെയ്യുന്നത്. കാരണം ടോപ്പ് ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അവരുടെ അറിവനുസരിച്ചിട്ട് ചിലപ്പോൾ സ്പീഡിലി എന്താണ് റിയാക്ട് ചെയ്യും. അവർ ചുരുങ്ങിയ വേഴ്സിന് തന്നെ ചിലപ്പോൾ റിയാക്ഷൻ നടത്തിയിരിക്കും. അതേസമയം നമുക്കറിയാം സപ്പോർട്ടേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി വിവരം കുറവായിരിക്കും. സോ അവരെന്താണ് റിയാക്ട് ചെയ്യുന്നത് അവരുടെ കഴിവ് വെച്ചിട്ടായിരിക്കും അവര് റിയാക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് നടന്നിരിക്കുന്നത്. Observation that the department head and subordinate may react quite differently to the same top management directive can be better understood. അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവര് സെയിം കൂട്ടര് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ റെസ്പോൺസ് റിയാക്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ് ബൈ ദ പെർസെപ്ഷൻ പ്രോസസ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത് പെർസെപ്ഷൻ പ്രോസസ് എന്ന് വിശേഷിക്കുന്നത്. കാരണം അവരുടെ അറിവുകൾ അനുസരിച്ചിട്ടായിരിക്കും അവര് റിയാക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവര് റിയാക്ട് ചെയ്യണം, ഇത്ര ടൈമിനുള്ള റിയാക്ട് ചെയ്യണമെന്നുള്ള മെസ്സേജ് ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നവര് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ചെറിയ ഒരു ഇതിനുള്ളിൽ അല്ലെ ചെറിയ ചിലപ്പോൾ അവരുടെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അവർ റിയാക്ട് ചെയ്തിരിക്കാം. മോസ്റ്റ്ലി അറിവ് കുറവുള്ളവരാണ് എങ്കിൽ ഇത്ര സമയത്ത് നമ്മൾ ചിലപ്പോൾ അവർക്ക് പരിമിതമായ അറിവുകളൊന്നല്ല റിയാക്ഷൻ ആയിരിക്കും. So the process of a perception and individuals and other various types of information from all five senses assimilate them and then interpret them. കാരണം ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് എന്താണ്, ഇൻഡിവിജ്വൽസിന്റെ അത് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ അവര് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ എന്താണ് ആ ഫൈവ് സെൻസസിൽ കൂടെ നിങ്ങൾക്കറിയാം അവിടെ ഫൈവ് ഓർഗൻസ് കണ്ണ് മൂക്ക് ചെവി ഇന്ദ്രിയങ്ങളൊക്കെ അല്ലെ തൊലി അതിൽ നിന്നൊക്കെ നമ്മളുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ ഇൻഡിവിജ്വൽസും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അസിമുലേറ്റ് them and then interpret them അല്ലെ അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യുന്നത്. Different people usually to perspective the same information differently. വ്യത്യസ്ത പീപ്പിൾസ് വ്യത്യസ്ത ജനങ്ങൾ എല്ലാം തന്നെ ഓരോ ഇൻഫോർമേഷൻസ് വ്യത്യസ്ത രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. കാര്യങ്ങളെ മേൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലര് അല്ലെ വളരെ രീതിയിൽ അത് കൃത്യമായിട്ട് തന്നെ ആൻസറുകൾ കൊടുക്കും. ചിലര് നേരിട്ട് അല്ലെ സൊല്യൂഷൻസ് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അവര് ഗ്രഹിച്ച് വെച്ചേക്കുന്ന രീതിയിലായിരിക്കും അവര് റിയാക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയറാണോ? തന്നെ പോകണ്ടോ? മനസ്സിൽ നോക്കേണ്ടതുണ്ടോ? ഒരു പാരഗ്രാഫ് കൂടെ വെച്ചിട്ട് നോക്കാം. Perception plays a crucial role in determining individuals' behavior in organization. നമുക്കറിയാം ഓർഗനൈസേഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ അല്ലെ ഈ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ചിലരുടെ അറിവുകളൊക്കെ അല്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ നല്ല അറിവുണ്ടാകും, പക്ഷെ കുറെ സമയം വേണമെങ്കിൽ പ്രകടമാക്കും. ചിലർക്ക് അറിവ് പ്രകടമാക്കാനായിട്ട് അധികം സമയം വേണമെങ്കിൽ
അവര് പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ ആൻസർ അല്ലേ ഇത് കാര്യങ്ങൾ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടി ക്വിക്കായിട്ട് തന്നെ അവര് റിയാക്ട് ചെയ്യും. അതേസമയം ചിലർക്ക് കുറച്ച് സമയം വേണ്ടി വരികയും നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള അറിവായിരിക്കും ചിലര് പങ്കുവയ്ക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള നോളജാണ് അവരുടെ ഇതിലുള്ളത്, അവര് ക്യാച്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം വലിയ വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ച് സമയം എടുത്താലും നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള ആൻസർ തരാൻ പറ്റുന്നവരെയൊക്കെ ആയിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചിലർക്ക് പെട്ടെന്ന് സഡൻലി നമുക്ക് ആക്ഷൻ എടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് കഴിവില്ല എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തിയെത്തിക്കും. അത് സ്വാഭാവികമായ കാര്യമാണ് അല്ലേ? അങ്ങനെ സാധ്യതയില്ലേ? മാനേജേഴ്സ് തിരിച്ചറിയേണ്ടതില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് കഴിവുകളൊക്കെ വേണ്ടി വരുമോ? ഓരോരുത്തരുടെ കഴിവുകളുടെ വ്യത്യസ്തത തിരിച്ചറിയേണ്ടത് ആവശ്യമാണോ? വേണ്ടി വരുമോ? ആവശ്യമാണ് അല്ലെ? കാരണം നമുക്കറിയാം ആ വ്യത്യസ്ത കാര്യങ്ങളിൽ അവർക്ക് ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെ? എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രമിച്ചു ചെയ്യുന്നതായിരിക്കും. ഒരേ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ചില ക്വിക്കായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടവരാണെങ്കിൽ ക്വിക്കായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. ചിലർ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അവര് നല്ലൊരു അല്ലെ നല്ലൊരു റിസൾട്ട് ആണ് കഴിച്ചിരിക്കണമെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ചില കാര്യങ്ങൾ എത്തിക്കും അല്ലെ? ചിലർക്ക് കോർഡിനേറ്റ് ചെയ്യാനായിരിക്കും കഴിയുക, ചിലർക്ക് നല്ല ലീഡിംഗ് പവർ ആയിരിക്കും അല്ലെ? എന്താണോ വ്യത്യസ്തത ഓരോ പേഴ്സൺസിനും ഓരോ ഹ്യൂമനും എന്താണോ വ്യത്യസ്തത അത് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ അവരെ തെരഞ്ഞെടുക്കേണ്ടതായിട്ട് അല്ലെ? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് എന്താണ്? ധാരണകൾ ഓരോരുത്തരുടെയും ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തത വരാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാണ്? അവര് അല്ലെ മുതൽ അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ അവർ നേടിയിരിക്കുന്ന അറിവുകൾ പ്രകടമാക്കുന്നത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. Okay. Then organizations send a message in variety of forms to their members regarding what they are expected to do and not to do. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം വ്യത്യസ്ത മെസ്സേജുകളൊക്കെ പാസ് ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇന്നതൊക്കെ അല്ലെ ഇതിനൊക്കെ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുന്നത് ഇതിനൊക്കെ ചിലരൊക്കെ അല്ലെ നമുക്കറിയാം ഇപ്പൊ വാട്സപ്പിലൂടെയാണ് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നത് അല്ലെ? ചിലരൊക്കെ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ തരും, ചിലരൊക്കെ നെഗറ്റീവ് കാണിക്കും എന്നുള്ള ധാരണയൊക്കെ തീർച്ചയായിട്ടും മാനേജ്മെന്റിനൊക്കെ ബോധ്യമുണ്ടാവും അല്ലെ? In spite of organization sending clear message are subject to distortion or in the process of being received by organization members. ചിലരൊക്കെ ഈ മെസ്സേജുകളൊക്കെ എന്താണ് വളച്ചൊടിച്ചു കൊണ്ടുവരാൻ സാധ്യതരായിട്ടുള്ള മെമ്പേഴ്സും ഓർഗനൈസേഷനും ഉണ്ടെന്നുള്ള കാര്യം കണ്ടതാണ്. Therefore, managers should have a basic understanding of fundamental perspective process. Okay, നമുക്കറിയാം ഈ ഫണ്ടമെന്റൽ ആയിട്ടില്ലേ അടിസ്ഥാനപരമായിട്ട് വ്യക്തികൾക്കുള്ള ഈ പ്രത്യേകമായിട്ടുള്ള കഴിവുകളൊക്കെ ഈ സെൻസ് ഓർഗൻസിൽ നിന്നും പ്രകടമാകുന്ന കഴിവുകളെ കുറിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ് അല്ലെ? അവരുടെ കീഴിലുള്ള എംപ്ലോയീസിന്റെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ധാരണകളെ കുറിച്ചിട്ട് അല്ലെ? ചിലരെ പറഞ്ഞ മാത്രമേ വളച്ചൊടിക്കാനൊക്കെ സാധ്യതയുള്ള പേഴ്സൺസിനൊക്കെ തിരിച്ചറിയാം അല്ലെ? എംപ്ലോയീസിനെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും, നല്ല റോങ് ആയിട്ട് ചെയ്ത നിലപാടുകൾ എടുത്ത് പോകാൻ സാധ്യതയുള്ളവരൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അത് നേടിയെടുക്കേണ്ടതാണ്. അവിടെ പറയാണ് മാനേജേഴ്സ് ഷുഡ് ഹാവ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ? അത് മസ്റ്റായിട്ടും ഒരു ധാരണ നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഫണ്ടമെന്റൽ പെർസ്പെക്റ്റീവ് പ്രോസസ് ചെയ്തിട്ടുള്ള ഈ ധാരണയുമായി ബന്ധപ്പെട്ട പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ നല്ല വ്യക്തമായിട്ടുള്ള അറിവ് ജസ്റ്റ് വായിച്ചു നോക്കാം എന്താണ് പെർസെപ്ഷൻ എന്നുള്ള കാര്യം. മോസ്റ്റ്ലി പെർസെപ്ഷൻ എന്താണെന്നുള്ളതൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഒന്ന് മനസ്സിലാക്കി തന്നെ വെക്കുക. പേഴ്സൺസ് മേക്കിംഗ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് സ്റ്റിമുലസ് അല്ലെ? സ്റ്റിമുലസ് കൊടുക്കുന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തനം ചെയ്യുന്നത്. സ്റ്റിമുലസ് കൊടുക്കാനായിട്ടുള്ള കാര്യം ആ ഉദ്ദേശം കൊടുക്കണമെങ്കിൽ നമുക്കറിയാം അവരുടെ ഗ്രഹിച്ചിരിക്കുന്ന അറിവുകളാണ് അല്ലെ? 5 ഓർഗൻസിൽ നിന്നും ഗ്രഹിച്ചിരിക്കുന്ന അറിവുകളുടെ ബേസിലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള റിസൾട്ട് എന്താണ് കൊടുക്കുന്നത്. ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിഫറെന്റ് പീപ്പിൾസ് അണ്ടർസ്റ്റാൻഡ് റിസീവ് ദ സെയിം ഇൻഫോർമേഷൻ ഡിഫറെന്റ് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അറിവനുസരിച്ചിട്ടായിരിക്കും അവർ റിയാക്ട് ചെയ്യും.
ഇതൊക്കെ തന്നെ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ, സൂപ്പർവൈസർ ഒക്കെ കൃത്യമായിട്ട് അവരുടെ കീഴിലുള്ളവരുടെ ആ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ അവരുടെ ആ ഒരു ധാരണ, ഓരോ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ടാണ് അവര് ജോലികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബേസിക് പെർസ്പെക്ഷൻ പ്രോസസ് ആണ്. Perception is affected by the trait of the object being perceived and of the person and by a situational process. നമ്മൾ കണ്ടു ഒരു എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, എന്തെങ്കിലും ഒരു സാധനമാണെങ്കിലും അതിന്റെ ആ ഒരു കേസ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈല് നമുക്കറിയാം വ്യത്യസ്ത ഇന്റലിജൻസിന് വ്യത്യസ്ത അറിവായിരിക്കും അല്ലെ. എല്ലാവർക്കും എന്താ പറയാ ആ മൊബൈലിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല. ബസ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള നോളജ് എന്നാൽ ഓൾമോസ്റ്റ് എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നു അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള അറിവായിരിക്കില്ലേ എനിക്കോ? എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മൊബൈലിനെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കും. വ്യത്യസ്തത ഉണ്ടാവില്ലേ? ശരിയല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലും കൂടി കുറച്ചും കൂടി നല്ല രീതിയിലായിരിക്കും നമ്മളുടെ മക്കളൊക്കെ ചെയ്യാം. കാരണം അവര് ജനിച്ചപ്പോ മുതൽ ഇത് കണ്ടും കേട്ടും അവര് നമ്മളെ ഗ്രഹിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. നമ്മൾ ഈ മൊബൈലിനെ കുറിച്ചിട്ടുള്ള അറിവ് നേടിയെടുക്കുന്നത് വളരെ വൈകിയാണ്. സോ നമ്മുടെ സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്ത് തുടങ്ങിയത്, മൊബൈലിനെ കുറിച്ചിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത് വളരെ വൈകിയാണ്. പക്ഷെ അതേസമയം ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾ കണ്ട് വളരുന്ന ഒരു സംഭവമാണ് മൊബൈൽ. അപ്പൊ നമ്മളും അവരുടെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ വേരിയേഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? വ്യത്യസ്തത ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവും അല്ലെ. കാരണം അവർക്ക് ജനറ്റിക്കായിട്ട് തന്നെ അവരുടെ ജനനത്തില് തന്നെ എന്താ പറയാ അത് കണ്ടു കേട്ട് വളരെയാണ് അല്ലെ. അവർക്ക് നോളജ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ കേസ് ഏജാബിളായവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും പവറില് കുട്ടികൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഗ്രഹണ ശക്തി ആ സമയത്ത് നമ്മളെ കുറച്ചും കൂടി നമുക്കറിയാം കുറച്ചും കൂടി നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള പവർ അല്ലെ. Perception is affected by the trait of the object being perceived and of the person and by situational process. അതായത് നമ്മുടെ ഒരു ഒബ്ജക്ട് ഏത് വസ്തുവാണോ ആ ഒരു വസ്തുവിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഏതൊരു പേഴ്സൺ അവരുടെ ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് സിറ്റുവേഷനനുസരിച്ചിട്ട് സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യസ്ത രീതിയിലാണ് ധരിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുന്നത്. Characteristics of the object include contrast, intensity, movement, repetition and novelty. നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ എന്താണ് വൈവിധ്യങ്ങൾ അല്ലെ വ്യത്യസ്തതകൾ നമുക്കറിയാം. ഒരു മൊബൈലിന്റെ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് അറിയുന്നേക്കാൾ കൂടുതൽ
കൂടുതലായിട്ടുള്ള അറിവ് ചിലപ്പോൾ ഈ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ടീനേജ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഗ്രഹിച്ചു വെക്കുന്നവര് അത്രയും സ്പീഡിൽ അവർക്ക് ഗ്രഹിച്ചു വെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവരെ സെർച്ച് ചെയ്തിട്ട് അവർക്ക് നോളജ് കൂടുതലായിരിക്കും. സോ അതേമാതിരി തന്നെ തീഷ്ണത അല്ലെ, അവർക്ക് അറിയണമെന്നുള്ള തീഷ്ണത നമ്മളേക്കാൾ കൂടുതലായിരിക്കും. മൂവ്മെന്റ് റിപ്പീറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചലനാത്മക ഞാനിപ്പോ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് എടുക്കുന്നേ ഉള്ളൂ. ഏതൊരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് ഏതൊരു വസ്തുവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അതിന്റെ ആ ഒരു തീഷ്ണത അല്ലെങ്കിൽ ആ ഒരു വൈവിധ്യമായിട്ടുള്ള വ്യത്യസ്തതകൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ചലനാത്മകമായിട്ടുള്ള സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ റിപ്പീറ്റീവ് ആയിട്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പുതുമകൾ, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത രീതിയിലായിരിക്കും വ്യക്തികൾ ഗ്രഹിച്ചു വെക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വസ്തു ആയിരിക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവര് കാണുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അവരുടെ പെർസെപ്ഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. Characteristics of a person includes attitude, self-concept and personality. അതായത് നമ്മളിപ്പോ ഒരു പേഴ്സൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവരുടെ മനോഭാവത്തില് അല്ലെങ്കിൽ അവരുടെ സെൽഫ് കൺസെപ്റ്റില് അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തില് അല്ലെങ്കിൽ വ്യക്തിത്വത്തിലൊക്കെ വ്യത്യസ്തതകളുണ്ട്. ഒരു പേഴ്സൺ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങളായിരിക്കാം, സങ്കല്പങ്ങളായിരിക്കാം, വ്യക്തിത്വങ്ങളായിരിക്കാം. കാരണം അവർ ജനിച്ചു മുതലേ ഉള്ള ഒരു പേഴ്സണാലിറ്റിയും ആറ്റിറ്റ്യൂഡും സെൽഫ് കൺസെപ്റ്റൊക്കെ എല്ലാം ഹൈ കോൺഫിഡൻസിൽ നിന്നും അവർ വെച്ചതാണ്. ഒബ്ജക്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം അതിലും വ്യത്യസ്തതകളുണ്ട് അല്ലെ. കോൺട്രാസ്റ്റ് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൽ വൈരുദ്ധ്യങ്ങൾ, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീഷ്ണത, മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ചലനാത്മകമായ കാര്യങ്ങൾ, റിപ്പീറ്റേഷൻ ആയിട്ട് നോവൽറ്റി, പുതുമ നിറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്തതകൾ ആ ഒബ്ജക്റ്റിനുമുണ്ട്. ഓക്കെ, ഇത് എല്ലാം തന്നെ നമുക്കറിയാം. നമ്മൾ ചില പേഴ്സൺസ് ഒക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ നമുക്കറിയാം ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ഒക്കെ ആയിരിക്കും. പക്ഷെ ആ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അവരുടെ പാഠവും വേറെ വ്യത്യസ്ത രീതിയിലായിരിക്കും അവർ പഠിച്ചിരിക്കുന്നത് അല്ലെ. പേഴ്സൺസ് വ്യത്യസ്തമാണ്, അതേമാതിരി തന്നെ അവർ നേടിയിരിക്കുന്ന സെയിം ക്വാളിഫിക്കേഷൻ സെയിം സംഭവം തന്നെയായിരിക്കും. പക്ഷെ വ്യത്യസ്ത രീതിയിലായിരിക്കും അവര് അറിവും നേടിയിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒബ്ജക്റ്റ് ആണെങ്കിലും വ്യത്യസ്തതയാണ്, വ്യത്യസ്തമായിട്ടാണ് അവർ നേടിയിരിക്കുന്നത്. അതേപോലെ തന്നെ പേഴ്സൺസ് ആണെങ്കിൽ വ്യത്യസ്തതയിൽ നിറഞ്ഞവരാണ്. പേഴ്സൺസ് വ്യത്യസ്തത അറിയുന്നത് കൊണ്ടാണ് അവരുടെ മനോഭാവങ്ങളും സങ്കല്പങ്ങളും വ്യക്തിത്വങ്ങളൊക്കെ വ്യത്യാസം നിറഞ്ഞത് കൊണ്ടാണ് വ്യത്യസ്തത അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഒബ്ജക്റ്റ് വ്യത്യസ്തമാകുന്നത് അവരുടെ ഇന്റൻസിറ്റിയും മൂവ്മെന്റും റിപ്പീറ്റേഷനും നോവൽറ്റിയും അല്ലെ. ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും പുതുമ നിറഞ്ഞ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. പക്ഷെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഏതാണ്ട് സെയിം ഡിഗ്രി സെയിം പ്രൊഫഷനൊക്കെ ആയിരിക്കും. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലേ? അതേയുണ്ടോ? ചെറിയ രീതിയിലൊന്നും താരതമ്യം ചെയ്തതാണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ആ ഒരു മനസ്സിലാക്കി വെക്കുക. അപ്പൊ പെർസെപ്ഷൻ അഫക്റ്റഡ് ബൈ ദിസ് ട്രെയ്റ്റ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ബീയിങ് റിസീവ്ഡ് ആൻഡ് ഓഫ് ദ പേഴ്സൺസ് ആൻഡ് ബൈ സിറ്റുവേഷൻ പ്രോസസ്. ധാരണകൾക്ക് വ്യത്യസ്തത വരാൻ കാരണം ഒബ്ജക്റ്റും അതേമാതിരി തന്നെ ആ വ്യക്തിത്വങ്ങളും വ്യത്യസ്തമാണ്. The details of a particular situation affect the way a person perceives an object. The same person may perceive the same object very different in the different situations. മറ്റൊരു കാര്യം ഇതൊരു എന്താ പറയാ ബിഹേവിയറലായിട്ടുള്ള സംഭവമാണ്. സയൻസ് ആണ് അല്ലെ. ഗ്രഹിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം ഒരു കാര്യം നമ്മൾ ചെയ്യും. ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് the same object very differently in different situations. ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല അടുത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യും. ഓക്കെ, നമ്മുടെ മൈൻഡ് ഒരു കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് ചിലപ്പോൾ ആ കാര്യം ചെയ്യും. അതേസമയം വേറൊരു സിറ്റുവേഷനിൽ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ വേറെ മൈൻഡിലായിരിക്കും അല്ലെ. ആ ഒരു ടൈമിൽ നമുക്ക് ക്വിക്കായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. ശരിയാണോ? അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവില്ലേ? അല്ലെ. അത് നോർമലി നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയറിൽ അടങ്ങിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ. കാരണം നമുക്ക് കഴിവുണ്ട്, ശരിയാണ്, നമ്മൾ എപ്പോഴേക്കും നല്ല കൃത്യതയോടുകൂടി ചെയ്തിട്ടുണ്ട്. പക്ഷെ വേറൊരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു കഴിവ് പ്രകടമാക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ. നമ്മുടെ ബിഹേവിയറിൽ വന്ന മാറ്റങ്ങളാണ്. സോ അത് അവിടെ എടുത്തു പറയുന്നു. വീണ്ടും the process through which persons perceptions are altered by the situations include selection, organization, attribution, stereotyping are particularly relevant to organization.
ഓക്കെ, ഈ ധാരണകളൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻസ് ചേഞ്ചസ് വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോ നമ്മൾ ഗ്രഹിച്ചിരിക്കുന്ന അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിനെ ഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നമ്മൾക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഉദ്ദേശിച്ച് കിട്ടി നമ്മൾ പ്രകടമാക്കേണ്ടതൊക്കെ ഉണ്ട്. സോ സെലക്ഷൻ നടത്തുമ്പോഴും ഗ്രഹിച്ചിരിക്കുന്ന സെലക്ഷൻ കാര്യങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മളത് നല്ല രീതിയിലുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യാനായിട്ട് ഓർഗനൈസ് ചെയ്യുമ്പോഴും അല്ലെ, അത് ഇപ്പൊ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആക്ടിവിറ്റി നമ്മുടെ അറിവ് അനുസരിച്ചിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റിവിറ്റി ആക്കുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് കൊണ്ടുവരുന്നത്. സോ അതിനൊക്കെ വേരിയേഷൻസ് എന്താ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇതിനെ കുറിച്ചിട്ട് ഓരോന്നിനെ കുറിച്ചിട്ട് നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. എന്താ സെലക്ടീവ് പെർസെപ്ഷൻ, അതേപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണ്, പെർസെപ്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് നമ്മൾ പറഞ്ഞ ഈ രണ്ട് മാറ്റേഴ്സ്, ബേസിക് പെർസെപ്ച്വൽ പ്രോസസ്. നെക്സ്റ്റ് വേണം പറയുന്നത് സെലക്ടീവ് പെർസെപ്ഷൻ എന്താണുള്ളത്. ജസ്റ്റ് മനസ്സിലാക്കി തന്നെ വെക്കുക. ചെറിയ പോയിന്റ്സ് നിങ്ങൾക്ക് തരാനുണ്ട്, അത് ജസ്റ്റ് നോക്കിയേ. എന്താ വായിച്ചു നോക്കിയാല് ശേഷം ബാക്കി ബാലൻസ് എന്തെങ്കിലും പറഞ്ഞു പോകേണ്ടതുണ്ടോ? ഓരോ കാര്യങ്ങൾ ടീമുകളാണ് അവിടെ വിവരിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും മാനേജ്മെന്റ് അല്ലെ, ഇപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരെ ബിഹേവിയർ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചു പോകണമെന്നുള്ളതാണ് അവിടെ എടുത്ത് പറഞ്ഞു പോകുന്നത്. അപ്പൊ ബിഹേവിയർ എപ്പോഴും ശ്രദ്ധിക്കണം, എംപ്ലോയീസിന്റെ ബിഹേവിയർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ നിറഞ്ഞ ഒരു ഇതില് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പഠിച്ച് നേടിയിരിക്കുന്ന ക്വാളിഫിക്കേഷൻ സെയിം ആണെങ്കിലും അവരുടെ അറിവ് വ്യത്യസ്തമായിരിക്കും, പേഴ്സൺസും വ്യത്യസ്തമായിരിക്കും. അവരുടെ ആ ഒരു വ്യക്തിത്വങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ാണോ? വീണ്ടും നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. അതായത് സെലക്ടീവ് പെർസെപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ selective perception is the process of filtering out the information that make us uncomfortable or conflicts with our beliefs. നമ്മളിപ്പോ അല്ലെ, ഇപ്പൊ എന്തിനെ കുറിച്ചിട്ട് ഇപ്പൊ മാനേജറിനെ സംബന്ധിച്ച് നമ്മളിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കണം. ഇന്ന പേഴ്സൺ, ഇന്ന എംപ്ലോയി ഇന്ന രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഇന്ന പേഴ്സണെ ഇന്ന കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ ഉള്ള ഒരു ധാരണ അവര് മനസ്സിലാക്കി വെക്കുന്നു. അതനുസരിച്ച് ചിലപ്പോൾ ഇന്റർഷിപ്പ് കൊടുക്കാനോ കോർഡിനേഷൻ പവർ കൊടുക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ ടാസ്ക് നിറഞ്ഞ വർക്കുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് റിസൾട്ട് കിട്ടുന്ന വർക്കുകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ധാരണയില് മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഒക്കെ ധരിച്ചു വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന ധാരണകൾ ചിലപ്പോഴെങ്കിലും അവര് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് അല്ലെ ആ വെച്ചിരിക്കുന്ന ധാരണ തെറ്റാന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യത, അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവുമോ? എപ്പോഴും ധരിച്ചു വയ്ക്കുന്ന ധാരണകളൊക്കെ ശരിയായിരിക്കണമെന്നുണ്ടോ? ഉണ്ടാവോ? ചില എംപ്ലോയീസിനെ കുറിച്ചിട്ടൊക്കെ ചില ധാരണകൾ നമ്മൾ ധരിച്ചു വെക്കുന്നുണ്ടാവും അല്ലെ, സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും
കുറെ പ്രാവശ്യമൊക്കെ ചില എംപ്ലോയീസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾപ്പിക്കുമ്പോഴായിരിക്കും അങ്ങനെ ഒരു എയിമിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇന്ന വ്യക്തി ഇന്ന കാര്യങ്ങൾ കേൾപ്പിക്കാം എന്നുള്ളൊരു മനോഭാവത്തിലെത്തും. പക്ഷെ ചില ടൈമിങ്ങിലെങ്കിലും ആ ചെറിയ വേരിയേഷൻസ് വരാം, അല്ലെങ്കിൽ നാം ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾ ശരിയാവണമെന്നില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവോ? ചിലപ്പോ 2-3 പ്രാവശ്യം കേൾപ്പിച്ചപ്പോ ആ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ആ വ്യക്തിയെ 2-3 കാര്യങ്ങൾ ഓക്കെ കേൾപ്പിച്ചു കൊടുത്തേക്കും അവര് റോങ് ആയിട്ടാണ് കാണിക്കില്ലെങ്കിൽ അവര് ധരിച്ചു വെച്ചിരിക്കുന്നതായിരുന്നു തെറ്റാണ്, നമുക്ക് വിചാരിച്ച മാതൃക റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വെച്ച് അവരെ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സെലക്ടീവ് പെർസെപ്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഫിൽട്ടറിംഗ് ഔട്ട് ദ ഇൻഫർമേഷൻ ദാറ്റ് മേക്സ് us uncomfortable or conflicts with our beliefs. നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെ, അവർ ബിലീവ്സ്, നമ്മുടെ വിശ്വാസങ്ങളെല്ലാം ചിലപ്പോഴെങ്കിലും അൺകംഫോർട്ടബിൾ ആണ്, അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് ഫിൽട്ടർ ചെയ്യണം അല്ലെ. അതിനെ നമ്മൾ മാറ്റിവെക്കണം. എന്താ പറയുക, അയച്ചെടുക്കുക എന്ന് പറഞ്ഞത് മാത്രം എന്താണ്, അത് നമ്മുടെ വിശ്വാസങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എങ്കിൽ ആ ഒരു ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കി കളഞ്ഞ് മാറ്റിയെടുക്കേണ്ടതാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. A manager has a very positive attitude about a particular worker until one day he noticed that the worker seems to be goofing. അതായത് ഒരു മാനേജർ ഒരു എംപ്ലോയിനെ കുറിച്ചിട്ട് നോട്ടീസ് ചെയ്തപ്പോൾ അദ്ദേഹം നല്ലൊരു വർക്കറായിട്ടാണ് അല്ലെ, ആറ്റിറ്റ്യൂഡ് അബൌട്ട് പർട്ടിക്കുലർ വർക്ക് വൺ ഡേ നോട്ടീസ് അല്ലെ. മാനേജർ വിചാരിച്ചത് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്, നല്ല മനോഭാവമാണ് വിചാരിച്ചത്. അതായത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്നാണ് ധരിച്ചു വെച്ചത്. പക്ഷെ ഒരവസരത്തില് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു വിധിയായ എംപ്ലോയി ആണെന്ന് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലെ. എപ്പോഴും ചിലപ്പോൾ മണ്ടത്തരം ചെയ്യുമെന്നുമില്ല, എങ്കിലും ധരിച്ചിരിക്കുന്ന ധാരണകൾ ചിലപ്പോഴെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും, ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. എല്ലാ ധാരണകളും പൂർണ്ണമായിട്ടും ശരിയാണെന്ന് വിശ്വസിക്കരുത്. അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. A manager has a very positive attitude about a particular worker, and one day he noticed that a worker seems to be a goofing off. Selective perception may take the manager to quickly disregard what the observer, what he observed. അദ്ദേഹം എന്താണ് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ആ തീരുമാനങ്ങളെ മൈൻഡിൽ ഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ആ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തിപ്പെടുകയാണ്. Suppose another manager has formed a very negative attitude about a particular worker, and when he happens to observe a high performance from the worker, and when he happens to repeat the performance from the worker, he to disregard it. Okay, വേറൊരു മാനേജർ ആണെങ്കിലും ഒരു എംപ്ലോയിനെ കുറിച്ചിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വർക്കർ എന്ന് പറയുന്നത് പെർഫോമൻസ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, അതായത് മോശമായിട്ടുള്ള മനോഭാവമാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് മനസ്സിലാക്കിയപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെ, നല്ല പെർഫോമൻസ്, നല്ല വർക്കിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ എന്താണ് നെഗറ്റീവ് പെർഫോമൻസിനെ ഡിസഗ്രി ചെയ്യാണ്, ഓക്കെ അല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കറാണെന്ന് ധരിച്ചു വെക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് മനസ്സിലെത്തിപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. മനോഭാവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വരുന്നു, അല്ലെങ്കിൽ ധാരണകൾ എന്നൊക്കെ പറഞ്ഞത് പഠിച്ചു വരികയാണ്. വ്യത്യസ്തമായിട്ടുള്ള ധാരണകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അവരുടെ അറിവ് അല്ലെങ്കിൽ ചുറ്റുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നോളജ് ഇതൊക്കെ സംബന്ധിച്ചിട്ടാണ് ആ വ്യക്തിയിൽ വ്യത്യസ്തതകളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ധരിച്ചു. അതേമാതിരി തന്നെ മറ്റൊരു കാര്യം പഠിച്ചു വരുന്നത് എന്താണ്, മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഒക്കെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു ധാരണ വെച്ച് പോകുന്നുണ്ടെങ്കിൽ ചില സമയത്തെങ്കിലും നെഗറ്റീവ് അല്ലെ മോശം അതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ആ ഒരു മനോഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ഫിൽട്രേഷൻ വരുത്തേണ്ടതുണ്ട്. സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്ടീവ് പെർസെപ്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഫിൽട്ടറിംഗ് ഔട്ട് ദ ഇൻഫോർമേഷൻ ദാറ്റ് മേക്സ് us uncomfortable or conflicted with our beliefs. Okay, അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അല്ലേ ാണോ ക്ലിയറല്ലേ? നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. In one sense, selective perception is beneficial because it allows us to disregard the radar of this information. If a selective perception causes the managers to ignore important information,
it can become quick determinant. Okay. അപ്പോൾ നമുക്കറിയാം ഇതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഫിൽറ്റർ ചെയ്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ചില സംഭവങ്ങളിലൊക്കെ മാനേജേഴ്സിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം സംഭവിക്കും. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെ അവര് അല്ലെ ഈ പറഞ്ഞോളം എംപ്ലോയീസിനെ കുറിച്ച് തിരിച്ചു വയ്ക്കുമ്പോൾ ചില നല്ല നല്ല വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് തന്നെ ദോഷം സംഭവിക്കും അല്ലെ. എപ്പോഴും തെറ്റായ ധാരണകൾ ഒരിക്കലും വന്ന് ഒരു പെട്ടെന്ന് ഒരു എന്താ പറയുക 1-2 കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പെട്ടെന്ന് തിട്ടപ്പെടുത്തരുത് എന്നുള്ള കാര്യമാണ് ഇതിന്റെ അഭിപ്രായം പറയുന്നത്. കാരണം എപ്പോഴും നമ്മള് അല്ലെ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് മാത്രമാണ് എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ അല്ലെ വലിയ അബദ്ധത്തിൽ പോകാനായിട്ടുള്ള സാധ്യതകളാണ്. ഓക്കെ, അപ്പൊ അതാണ് സെലക്ടീവ് പെർസെപ്ഷനിൽ മനസ്സിലാക്കേണ്ട കാര്യം. സെലക്ടീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് അതിലേക്ക് ഫിൽറ്ററിംഗ് ഔട്ട് ദ ഇൻഫോർമേഷൻ ആണോ. നെക്സ്റ്റ് അത് അടുത്ത ഭാഗത്തിൽ നമുക്ക് എടുക്കാം. മോട്ടിവേഷൻ തുടങ്ങി എനിക്ക് തോന്നുന്നു വലിയ എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു നേച്ചറല്ല, ബിഹേവിയറിനായിട്ടുള്ള ഉണ്ട്. എന്നാലും കുറെ തിയറി കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തരും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഓരോ വ്യക്തികളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് അവിടെ എടുത്ത് പറയുന്നതൊക്കെ. ക്ലിയർ ആണോ? ഇന്ന് എടുത്തത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകള്? നെക്സ്റ്റ് ക്ലാസ് കാണാം.